നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വായിക്കാതെ പോയത് കേന്ദ്ര സർക്കാരിനെതിരെ അക്കമിട്ട് നിരത്തിയ വിമർശനങ്ങൾ. സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നിലനിൽക്കുന്ന അസമത്വം പണഞ്ഞിരുക്കം സൃഷ്ടിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം വെറും 1.92% കുറഞ്ഞു. സംസ്ഥാനത്തിനെതിരെയുള്ള നിലപാടുകൾ കേന്ദ്രം പുനഃപരിശോധിക്കണമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കൃത്യമായ കണക്കുകൾ നിരത്തിയാണ് സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനത്തെ കേരളം വിമർശിക്കുന്നത്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ കേന്ദ്രം നൽകിയ നികുതി വിഹിതം 3.88%. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ അത് വെറും 1.92% കുറഞ്ഞു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതും റവന്യൂ കമ്മി ഗ്രാന്റിൽ വന്ന കുറവും സംസ്ഥാനത്തിന്റെ ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പിൽ കേന്ദ്രം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും സാമ്പത്തിക നിലയെ പ്രതികൂലമായി ബാധിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അർഹതപ്പെട്ട ഗ്രാന്റും സഹായത്തിന്റെ വിഹിതവും തടഞ്ഞുവെക്കുന്നതിനെ സംസ്ഥാന സർക്കാർ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടുകളിൽ അടിയന്തരമായ പുനഃപരിശോധന ആവശ്യമാണ്. അതേസമയം സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാനം നിർബന്ധിതമായിട്ടുണ്ട്. ഭീകരമായ വെല്ലുവിളികൾ നേരിടുമ്പോഴും കേരള മോഡൽ വികസനത്തിനായി സർക്കാർ അടിയുറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമായി പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.